അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? ഞാൻ സലൂണിൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ ബാർബറിന് നിരന്തരം ഫോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് കുറച്ച് നേരം മുടി വെട്ടും, കുറച്ച് നേരം അപ്പുറത്ത് പോയി സംസാരിക്കും, കുറച്ച് നേരം മുടി വെട്ടും, കുറച്ച് നേരം അപ്പുറത്ത് പോയി സംസാരിക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു മൂപ്പരോട്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഫോണ് നാട്ടിൽ നിന്നാണ്. അപ്പോൾ അമ്മ ബാത്റൂമിൽ വീണു, അപ്പോൾ അമ്മൻ്റെ നെറ്റി പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ ബോധം വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചല്ലോ എമർജൻസി ആണല്ലോ. അങ്ങനെ തുടർന്ന് മൂപ്പര് പറയണം അമ്മ കെയറിങ് സെൻറ്ററിലാണ്, ഭാര്യയ്ക്ക് മക്കളുണ്ടായതുകൊണ്ട് ഭാര്യയ്ക്ക് നോക്കാൻ നേരമില്ല, പിന്നെ ഉള്ള ജ്യേഷ്ഠനാണെങ്കിൽ അദ്ദേഹം പുറത്താണെന്നോ അങ്ങനെ മറ്റോ പറഞ്ഞു. അപ്പോൾ കെയറിങ് സെൻ്ററുകാർ പറയുന്നുണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി, ഫോമിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് ആകെ വിഷമായി. കാരണം നമ്മളെ പൊന്നുപോലെ വളർത്തിയ നമ്മളെ മാതാപിതാക്കൾ, അവർക്ക് പ്രായമാവും തോറും എന്താണ് കുട്ടിയാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രായമായ ആ കുട്ടിനെ ഒരു കെയറിങ് സെൻ്ററിൽ കൊണ്ട് ഏൽപ്പിക്കുക, എന്നിട്ട് അവരെന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അതിൽ നമ്മളിവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത് അത് സത്യമാണോ? എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അത് കപടമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, ഞാൻ ജിഹാദിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഉമ്മാനെ ശുശ്രൂഷിച്ച് വീട്ടിലിരിക്കുന്നതാണ് സ്വർഗം ലഭിക്കാൻ ഏറ്റവും താങ്കൾക്ക് ഉത്തമം എന്നുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അത്രക്ക് പ്രാധാന്യമുണ്ട് നമ്മളെ പ്രായമായ മാതാവിനെ, പിതാവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. നമ്മളൊന്നും ആ കൂട്ടത്തിൽ പെടരുത് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു രീതിയിലുള്ള കൂട്ടത്തിൽ പെടരുത്. നമുക്ക് എത്ര തന്നെ സിറ്റുവേഷൻ വന്നാലേ നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത് കേട്ടോ. എത്ര തന്നെ പ്രയാസം, പല 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 ജീവിതമാണ്, പല സിറ്റുവേഷൻ വരും, എന്നാലും നമ്മളെ ആ കൂട്ടത്തിൽ പെടരുത് കേട്ടോ. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം ഓർത്തോളി. ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ജസാക്കല്ലാഹു ഖൈറൻ.